നമുക്കൊരു ക്ലാസ് നോക്കാടേ, നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് അഹമ്മദാബാദ് വിമാനാപകടം അറിയാലോ എല്ലാവർക്കും. അപ്പൊ അതില് എത്ര യാത്രക്കാരുണ്ടായിരുന്നേ? 242 യാത്രക്കാരാണ്. അതിൽ ആര് രക്ഷപ്പെട്ടു? ഒരാള് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ആളുടെ പേരെന്താണ്ട്? വിശ്വാസ് കുമാർ രമേശ്. വിശ്വാസ് കുമാർ രമേശ്. ഓക്കെ, അപ്പൊ ഈ വിമാനാപകടം നടന്ന വിമാനം എവിടെ നിന്നാണ്ട് പറന്നു മുങ്ങിയത്? അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളം. സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളം. ഓക്കെ, ആ വിമാനത്തിലുണ്ടായിരുന്ന മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആരാണ്ടായി? വിജയ് രൂപാണി. ആരാണ്? വിജയ് രൂപാണി. അതിന്റെ കൂടെ പഠിക്കുക, നിലവിലെ ഗുജറാത്ത് മുഖ്യമന്ത്രി, നിലവിലെ ഭൂപേന്ദ്ര പട്ടേൽ. നിലവിലെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഭൂപേന്ദ്ര പട്ടേൽ. ഉറച്ചു പറയണേ, ഭൂപേന്ദ്ര പട്ടേൽ. ഓക്കെ, അപ്പൊ നിലവിലെ ഗുജറാത്ത് ഗവർണർ ആരാണ്ടായി? ആചാര്യ ദേവദത്ത്. ആചാര്യ ദേവദത്ത്. ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള ഇന്ത്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറച്ച് കടത്തീരമുള്ളത് ഗോവ. ഏറ്റവും കുറച്ച് കടത്തീരമുള്ളത് ഗോവ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. ഏറ്റവും കുറവാണെങ്കിലോ കൊല്ലം. ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് ആണെങ്കിലോ ചേർത്തല. 7 ജില്ലയിലാണ് ആലപ്പുഴ. ക്ലിയർ? ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ. ഓക്കെ, അപ്പൊ നമ്മള് വിമാനത്തിലുണ്ടായിരുന്ന മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി. ആരാണ്? വിജയ് രൂപാണി. ആ വിമാനാപകടത്തിൽ ആകെ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ എണ്ണം 242. ഒരാൾ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ആളുടെ പേരാണ് വിശ്വാസ് കുമാർ രമേശ്. വിശ്വാസ് കുമാർ രമേശ്. ക്ലിയർ? മറന്നു പോരുത്. ഏത് കമ്പനിയുടെ വിമാനമാണ്? എയർ ഇന്ത്യ. എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ ആണ്. ഡ്രീം ലൈനർ. ഓക്കെ, അതിന്റെ കൂടെ പഠിക്കുക. സിമ്പിൾ ചോദ്യം. എന്താണ് ഓറഞ്ച് കളറിലെ ഒരു സംഭവം ഉണ്ടേ വിമാനമായിട്ട്? ബ്ലാക്ക് ബോക്സ്. ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്ത് എന്ന് ചോദിച്ചാൽ ഓറഞ്ച്. മറന്നു പോരുത്. ബ്ലാക്ക് ബോക്സിന്റെ നിറം ചോദിച്ചാൽ ഓറഞ്ച്. സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. LGS എക്സാമിന് ചോദിക്കുന്നതാണ്. ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഓറഞ്ച്. ക്ലിയർ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടാടേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഓർമ്മയുണ്ട? സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാൻ പോകുന്ന വന്യജീവി സങ്കേതം ഏത്? അറിയാലോ, ആറളം വന്യജീവി സങ്കേതം. ഏത് ജില്ല? കണ്ണൂർ ജില്ല. കേരളത്തിലെ തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം ചോദിച്ചാൽ തൃശ്ശൂരാണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ. കണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള ജില്ല എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. കേരളത്തിന്റെ കടത്തീരക്കും 580. ഓർത്ത് വയ്ക്കണം. കേരളത്തിന്റെ കടൽത്തീര ദൈർഘ്യം ചോദിച്ചാൽ 580. കേരളത്തിന് എത്ര ജില്ല കടത്തീരുണ്ട്? 9 ജില്ലകൾക്ക്. എത്ര ജില്ലകൾക്ക്? 9 ജില്ല. 5 ജില്ലകൾക്ക് കടത്തീരമില്ല. ഓക്കെ, ക്ലിയർ? ഓർത്ത് വെച്ച് പഠിച്ചോണം. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ നിന്നാണ് നമ്മൾ ഈ ഭാഗത്ത് എത്തിയത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? ബട്ടർഫ്ലൈ എന്നത് ചിത്രശലഭ സംഗീതമായി പ്രഖ്യാപിക്കാൻ പോകുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആറളം. എവിടെയാണ്? കണ്ണൂർ ജില്ലയാണ്. ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1984. ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. സൈലന്റ് വാലി നിലവിൽ വന്ന വർഷം 1984. സൈലന്റ് വാലി നിലവിൽ വന്നത് 1980. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. കുന്തി. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് തൂതപ്പുഴ. ഓക്കെ, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ചോദിച്ചാൽ തൂതപ്പുഴയും സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴ. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോടെ. അടുത്ത ചോദ്യം. 2025 പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹി. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്ട്? ഇന്ത്യ ആദ്യമായിട്ടാണ് എന്തിന് ആതിഥ്യം വഹിക്കുന്നത്? പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥ്യം വഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2025 പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം വിരാജ് എന്ന ആനക്കുട്ടി. ഓർത്ത് വയ്ക്കുക, വിരാജ് എന്ന ആനക്കുട്ടി. ക്ലിയർ ആണോ? ഈ ബ്ലേഡ് നേടിയിരുന്നു. ബ്ലേഡ് ആ ബ്ലേഡ് അല്ല, മുറിക്കുന്ന ബ്ലേഡ് അല്ല. ഓക്കെ, ഈ കാല് വയ്യാത്ത ഒരു കാല്, കൃത്രിമ കാല് വെച്ച് ബ്ലേഡ് അതിനെങ്ങനെ ഇരിക്കുന്നതാണ് ബ്ലേഡ് എന്ന് പറയുന്നത് കേട്ടോ. ആ ബ്ലേഡ് വെച്ച ഒരു ആനക്കുട്ടിയാണ് ഇതെന്ന് പറയുന്നത്, വിരാജ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിരാട് കോഹ്ലി ആരാണ്ടായി? ക്രിക്കറ്റ് താരമാണ്. എന്താണ് വിരാട് കോഹ്ലി നമ്മൾ പെട്ടെന്ന് ഓർക്കാൻ കാരണം? RCB. എന്താണ് 2025 IPL വിജയ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? RCB. RCBയുടെ ഫുൾ ഫോം? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഇങ്ങനെ RCBയുടെ ക്യാപ്റ്റൻ ആരാണ്ടായി?
രജത് പട്ടിദാർ. രജത് പട്ടിദാർ. ക്ലിയർ ആണോ? രജത് പട്ടിദാർ. ഓർത്ത് വയ്ക്കുക. രജത് പട്ടിദാർ. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ 2025 IPL ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം സായി സുദർശൻ. 2025 IPL ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ചോദിച്ചാൽ സായി സുദർശൻ. ഓക്കെ, അപ്പോ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതാരുണ്ട്? പ്രസിദ്ധ് കൃഷ്ണ. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതാരെന്ന് വെച്ചാൽ പ്രസിദ്ധ് കൃഷ്ണ. മറന്നു പോരുതോ. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതോ പ്രസിദ്ധ് കൃഷ്ണ. ക്ലിയർ. 2025 പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കണ റണാവത്ത്. മറന്നു പോരുത്, കങ്കണ റണാവത്ത്. ക്ലിയർ ആണോ? അതിന്റെ കൂടെ പഠിക്കുക. നിലവിലെ പാരാ ഒളിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആര്? പാരാ ഒളിമ്പിക്സ് ആണ്. പാരാ ഒളിമ്പിക്സ് കമ്മിറ്റി. ഇത് പാരാ ഒളിമ്പിക്സ് ആണ്. പാരാ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ആണ്. അതായത് PCI, പാരാ ഒളിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ദേവേന്ദ്ര ജജാരിയ. ഓർത്ത് വെച്ചോണം, ദേവേന്ദ്ര ജജാരിയ. മറന്നു പോരുതേ, ദേവേന്ദ്ര ജജാരിയ. ഓക്കെ, അങ്ങനെ 2025 പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലാണെന്ന് അറിയാം. ഓക്കെ, അങ്ങനെ 2024 നടന്ന എവിടെയുണ്ട്? ജപ്പാനിലാണ്. ജപ്പാൻ 2024 നടന്ന എവിടെയാണ്? ജപ്പാൻ. ഓക്കെ, 2024 നടന്നത് ജപ്പാൻ. അങ്ങനെയാണ് ഇന്ത്യയിൽ നടക്കുന്നത് എത്രാമത്തെ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആണ്? ഇന്ത്യയിൽ നടക്കുന്നത് ഇതിനു മുമ്പ് നടന്നില്ലേ? 2024 നടന്നല്ലോ. ഇന്ത്യയിൽ നടന്നത് ആദ്യം. ഇന്ത്യയിൽ നടന്നത് പാരാലിമ്പിക് എത്രാമത്തത്? 12ാമത്തത്. ഓക്കെ, എത്രാമത്തെയാണ്? 12ാമത്തത്. ഓർത്ത് വയ്ക്കുക, 12ാമത്തത്. ഓക്കെ, 12 പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു ഓർമ്മയിൽ വന്ന LGS ക്വസ്റ്റ്യൻ. ഒരു വർഷം എത്ര ഒരു തെങ്ങില് ഒരു മാസം എത്ര ഓലകളുണ്ട് അവിടെ? ഒരു ഓല. അപ്പൊ ഒരു വർഷമാണെങ്കിൽ 12 ഓല. ഓക്കെ, മുമ്പ് ചോദിച്ച LGS ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഓർത്തപ്പോൾ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ക്രിക്കറ്റ് ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയുണ്ട്? 11. ഒരു ക്രിക്കറ്റ് ടീമിലെ കളിക്കാരുടെ എണ്ണം 11. ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം 11. അങ്ങനെയാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക കായിക ഇനം ഏതാണ്ട്? പാകിസ്ഥാന്റെ ഔദ്യോഗിക കായിക ഇനം ഫീൽഡ് ഹോക്കി. ഓക്കെ, പാകിസ്ഥാന്റെ ഔദ്യോഗിക കായിക ഇനം ചോദിച്ചാൽ ഫീൽഡ് ഹോക്കി. ഇന്ത്യയുടെ ആണെങ്കിൽ ഹോക്കി. ഓക്കെ, ഇന്ത്യയുടെ ഹോക്കി. പാകിസ്ഥാന്റെ ചോദിക്കുകയാണെങ്കിൽ ഫീൽഡ് ഹോക്കി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 2024 പാരീസ് ഒളിമ്പിക്സ് ഒന്നാം സ്ഥാനം നേടിയ അമേരിക്ക. ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ചോദിച്ചാൽ അമേരിക്ക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 71. ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 6. അങ്ങനെയാണെങ്കിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്ട്? നീരജ് ചോപ്ര. എന്താണ് പ്രത്യേകത? ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര. അങ്ങനെയാണെങ്കിൽ സ്വർണം നേടിയ താരം? പാകിസ്ഥാൻ താരം അർഷാദ് നദീം. ഓർത്ത് വെച്ചിരിക്കണം, പാകിസ്ഥാൻ താരം അർഷാദ് നദീം. ക്ലിയർ ആണോ? മറന്നുപോയത്, അർഷാദ് നദീം. ക്ലിയർ. ഓക്കെ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നില്ലേ? ആ ടൈമിലും ഈ പുള്ളിക്കാരന്റെ പേര് വന്നിട്ടുണ്ട്. അതായത് ഈ അർഷാദ് നദീമിനെ നമ്മുടെ നീരജ് ചോപ്ര ഇന്ത്യയിലേക്ക് ക്ഷണിക്കുക എന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങളിൽ അദ്ദേഹം വാർത്തകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചോദിക്കുക. അർഷാദ് നദീം ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ജാവലിൻ ത്രോ ആണ്. പാകിസ്ഥാൻകാരനാണ്. ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ, പാരീസ് ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡൽ നേടിയത് ആരെന്ന് വെച്ചാൽ അർഷാദ് നദീം എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ പാകിസ്ഥാന്റെ കായിക വിനോദം നമ്മൾ പറഞ്ഞു ഫീൽഡ് ഹോക്കി. അങ്ങനെ പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്. പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്. മറന്നു വരുന്നത്, പാകിസ്ഥാന്റെ തലസ്ഥാനം എന്ന് വെച്ചാൽ ഇസ്ലാമാബാദ്. ക്ലിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നില്ലേടെ? ഇന്ത്യ പാകിസ്ഥാൻ ഇത് നടന്നപ്പോ ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തിയിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് എതിരെ നടത്തിയ ആക്രമണത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ. അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കണം. ഓപ്പറേഷൻ സിന്ധു എന്തെന്ന്? ഓപ്പറേഷൻ സിന്ധു ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയായിരുന്നു ഇത്, ഓപ്പറേഷൻ സിന്ധു. 2 കൂടെ കണക്ട് ചെയ്ത് പഠിക്കാം, കാര്യങ്ങൾ മറന്നുപോകില്ല. ഓപ്പറേഷൻ സിന്ധു എന്താന്ന് വെച്ചാൽ എന്താണ്? ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്ന നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധു. ക്ലിയർ ആണോ? മറന്നുപോകരുത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? ശ്രീജിത്ത് മുത്തേടത്ത്. ഓർത്ത് വയ്ക്കുക, ശ്രീജിത്ത് മുത്തേടത്ത്.
ക്ലിയർ. അദ്ദേഹത്തിന്റെ ഏത് കൃതിയാണ്ടേ? പെൻകിനുകളുടെ വൻകരയിൽ. പെൻകിനുകളുടെ വൻകരയിൽ ഏതാണ്? പെൻകിനുകളുടെ വൻകരയിൽ. വൻകരയിൽ, പെൻകിനുകളുടെ വൻകരയിൽ. ക്ലിയർ. അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കേണ്ട വേറൊരു പോയിന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആര്? അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജൻ. അദ്ദേഹത്തിന്റെ ഏത് കൃതി? റാം കെയർ ഓഫ് ആനന്ദി. റാം കെയർ ഓഫ് ആനന്ദി. ക്ലിയർ ആണോ? റാം കെയർ ഓഫ് ആനന്ദി. ഓക്കെ, മറന്നു പോരുത്. ഓക്കെ, എത്രയുണ്ട് സമ്മാനത്തുക? 50,000 രൂപയും ഫലകവും. 50,000 രൂപയും ഫലകവും. മറന്നു പോരുത്. 50,000 രൂപയും ഫലകവും ചേർന്നാണ് ഏത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി എന്താണ് അവാർഡ്? യുവ പുരസ്കാരം. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ആർക്ക് ലഭിച്ചു? അഖിൽ പി ധർമ്മജനും. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് പുത്തേടത്ത്. അദ്ദേഹത്തിന്റെ കൃതി പെൻകിനുകളുടെ വൻകരയിൽ. പെൻകിനുകളുടെ വൻകരയിൽ. ക്ലിയർ ആണോ? മറന്നു പോരുത്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. 2025 ജൂണിൽ ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച വ്യക്തി അമിതാഭ് കാന്ത്. ആരാണ്? അമിതാഭ് കാന്ത്. മറന്നു പോരുത്. അമിതാഭ് കാന്ത്. ക്ലിയർ. അങ്ങനെ ജൂൺ 19 പ്രത്യേകത വായനാ ദിനം. ജൂൺ 19 വായനാ ദിനം. വായനാ ദിനം ആരുടെ ജന്മദിനമാണോ ചരമദിനമാണോ? ചരമദിനം. മറന്നു പോരുത്. ഓർത്തു വെച്ചോണം. LGS ചോദിക്കാം. ആരുടെ ചരമദിനമാണ്? PN പണിക്കരുടെ ചരമദിനമാണ് എന്തായിട്ട് ആചരിക്കുന്നത്? വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ക്ലിയർ. അങ്ങനെയാണ് ഒക്ടോബർ 15 പ്രത്യേകത എന്താണ്? വിദ്യാർത്ഥി ദിനം. ഓക്കെ, ആരുടെ ജന്മദിനം? APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെ ഒക്ടോബർ 16 ഒക്ടോബർ 15 പറഞ്ഞു. ഒക്ടോബർ 16 നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ആലോചിക്കുന്നു. ഭക്ഷ്യദിനം. ഭക്ഷ്യദിനം ഒക്ടോബർ 16 ഭക്ഷ്യദിനം. അതിനെ കുറിച്ച് മറന്നു അല്ലേ? പഠിച്ചതിന്റെ ഇടയിൽ ഭക്ഷണത്തിനെ കുറിച്ച് മറന്നു. അപ്പൊ ഒക്ടോബർ 15 വിദ്യാർത്ഥി ദിനം, ഒക്ടോബർ 16 ഭക്ഷ്യദിനം. മറന്നു പോരുത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ജൂൺ 19 വായനാ ദിനം. ഓക്കെ, അങ്ങനെയാണ്. ഫെബ്രുവരി 4 പറഞ്ഞോ? ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. ക്ലിയർ. മറന്നുപോലല്ലോ. ഓക്കെ, ഇത്രയും ഓർമ്മയുണ്ടാടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1975 ജൂൺ 25 എമർജൻസി. ഓക്കെ, എമർജൻസി പ്രഖ്യാപിച്ചതിന്റെ എത്രാം വാർഷികമാണ്? 2025 ജൂൺ 25 50-ാം വാർഷികം. ഓർത്ത് വയ്ക്കണം, 50-ാം വാർഷികം. അടുത്ത എക്സാമിന് ചോദിക്കാൻ സാധ്യതകളാണ്. 1975 ജൂൺ 25. ആരാണ്ട് അടിയന്തരാവസ്ഥ ഒപ്പുവെച്ചത്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത്, എന്നാൽ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ആരാണ്ട്? തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് പഠിച്ചതല്ലേ? പറടായി. തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ക്ലിയർ ആണോ? ഇന്ത്യയുടെ ബിസ്മാർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ഓക്കെ, തിരുവിതാംകൂറിന്റെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ക്ലിയർ. ഓക്കെ, ഇത്ര ഓർമ്മയുണ്ടോ? ഓക്കെ, ഇപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാറുണ്ട്? ഒപ്പുവെച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. എത്ര വാർഷികമാണ് ആഘോഷിച്ചത്? 50-ാം വാർഷികം. ഓക്കെ, അതിന് കൂടുതൽ പഠിക്കുക. ദി എമർജൻസി ഡയറീസ് ആരുടെ പുസ്തകം? നരേന്ദ്രമോദി. ദി എമർജൻസി ഡയറീസ് ആരുടെ പുസ്തകം? നരേന്ദ്രമോദി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥ PS ശ്രീധരന്റെ ഒരു പുസ്തകം നമ്മൾ പറഞ്ഞു. അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ വെല്ലുവിളികൾ. അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ വെല്ലുവിളികൾ. ആരുടെ പുസ്തകം? PS ശ്രീധരൻപിള്ള. PS ശ്രീധരൻപിള്ള ആരാണ്ട്? ഗോവയിലെ നിലവിലെ ഗവർണറാണ് PS ശ്രീധരൻപിള്ള. ഓക്കെ, കടത്തീരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഏറ്റവും കുറച്ച് കടത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. അങ്ങനെ ഗോവയുടെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. ഗോവയുടെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. ക്ലിയർ. ഓക്കെ, ഇത്ര ഓർമ്മയുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് നോക്കാം. താങ്ക് യു.